നമുക്ക് ഈ കാണുന്നതെല്ലാം വിവിധതരം കറവ മെഷീനുകളാണ്. അതായത് 1 മുതൽ 60-70 പശു വരെ ഉണ്ടെങ്കിലും 100-200 പശുക്കൾക്ക് ഉണ്ടെങ്കിലും നമുക്ക് ഈ ഇത്രയും മോഡൽ കറവ മെഷീൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. സാധാരണ വിലയൊന്നും ആരും റിവീൽ ചെയ്യാറില്ല. നമുക്കല്ല, നമുക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസിലാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് പറയാൻ പറ്റും. അടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 20 പശു വരെയുള്ള കർഷകർക്ക് സുഖമായിട്ട് ഈ മെഷീൻ എടുക്കാം. അടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഹെവി മെഷീനാണ്. അത് ഒരു 60-70 പശുക്കളുള്ളവർക്ക് നമുക്ക് ഈ മെഷീൻ യൂസ് ചെയ്യാം. പിന്നെ അടുത്ത് പറയുകയാണെങ്കിൽ ഒരു 100-200-300 പശു ആയാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കറവ മെഷീനാണ് ഇത് വരുന്നത്. പിന്നെ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഏത് കമ്പനിയുടെ മെഷീൻസ് ആയാലും സർവീസ് ആയാലും സ്പെയർസ് ആയാലും നമ്മുടെ കമ്പനിയിൽ അവൈലബിൾ ആണ്. അടുത്ത് നമുക്കൊരു ചില തൊഴിക്കുന്ന പശുക്കൾ ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്. ആൻറ്റി കിക്ക് ബാർ പറയും. സിബിൽ സ്കോറോ അതൊന്നും നമുക്ക് ആവശ്യമില്ല, ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മുടെ കമ്പനിയിൽ തന്നെ നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കുന്നത്. അത് പറയാൻ നമ്മുടെ മെഷീൻ ഏത് മെഷീനാണോ എടുക്കുന്നത് അതിന്റെ പകുതി പേയ്മെന്റ് നമുക്ക് ഡൗൺ പേയ്മെന്റ് ആയി ചെയ്താൽ മതി. ബാക്കി 3 തവണ, അത് 3 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മതി. നമുക്ക് ഈ ചെറുകിട കർഷകർക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ചെറിയ മെഷീനാണ് ഇത് വരുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് 16,500 മാത്രം റേറ്റ് വരുന്നുള്ളൂ. നമുക്ക് ചെറിയ മെഷീൻ മുതൽ ഹെവി മെഷീൻസ് വരെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഈ മെഷീൻ്റെ ഡീറ്റെയിൽ എന്ന് പറയുകയാണെങ്കിൽ അരച്ചിപ്പിയുടെ മോട്ടർ, കംപ്രസറിലോട്ട് നോക്കുകയാണെങ്കിൽ 100 LPM കംപ്രസർ, 12 ലിറ്റർ കപ്പാസിറ്റിങ് വരുന്ന വോക്കൺ ടാങ്ക്, ബക്കറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റൈൻലെസ് സ്റ്റീലിൻ്റെ 25 ലിറ്ററിൻ്റെ ഫുൾ സെറ്റ് ബക്കറ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇത് ഫുൾ ഇൻക്ലൂഡിങ് ടാക്സ് റേറ്റും കൂടെ ചേർത്തിട്ട് 16,500 മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ചെറുകിട കർഷകർക്ക് സുഖമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഈ മെഷീൻ നമുക്കൊരു 3 പശു വരെയുള്ള കർഷകർക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ഈ കാണുന്നതെല്ലാം വിവിധതരം കറവ മെഷീനുകളാണ്. അതായത് 1 മുതൽ 60-70 പശു വരെ ഉണ്ടെങ്കിലും 100-200 പശുക്കൾക്ക് ഉണ്ടെങ്കിലും നമുക്ക് ഈ ഇത്രയും മോഡൽ കറവ മെഷീൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് അടുത്ത മോഡൽ വരുന്നത് ഒരു 7 പശു വരെയുള്ള കർഷകർക്ക് നമുക്ക് ഈ മോഡൽ യൂസ് ചെയ്യാം. ഇതെന്ന് പറയുമ്പോൾ 3/4 HP മോട്ടർ വരുന്നത്, 200 LPM കംപ്രസർ വരും. 3/4 HP മോട്ടർ കൊടുക്കുന്നത് നമുക്ക് ഈ കറണ്ട് ഇല്ലെങ്കിലും ഇൻവെർട്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന മോഡലാണ്. അതിനാൽ നമുക്ക് 3/4 HP മോട്ടർ വെച്ചിട്ട് 7 പശു വരെയുള്ള കർഷകർക്ക് നമുക്ക് ഈ മെഷീൻ എടുക്കാം. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് ടാക്സ് റേറ്റ് 20,000 രൂപയാണ് വരുന്നത്. അടുത്ത് കുറച്ചും കൂടെ ഒരു 10-12 പശുക്കളുള്ള കർഷകർക്ക് നമുക്ക് ഈ ഒരു മെഷീൻ എടുക്കാം. ഇതിൻ്റെ മോട്ടർ പറയാം 3/4 HP ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഇൻവെർട്ടറിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട്. ഇതിൻ്റെ കംപ്രസറോട്ട് നോക്കുകയാണെങ്കിൽ നേരത്തെ കണ്ടതിനേക്കാൾ ഒരു 250 LPM കൂടുതലായിട്ട് വരും. ഇതിൽ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഒരു വോൾട്ടേജിൻ്റെ അറിയാൻ പറ്റുന്ന ഒരു സിസ്റ്റം കൂടെ ഇതിൽ വരുന്നുണ്ട്. ടോപ്പ് ആൻഡ് സ്വിച്ചോട് കൂടി വോൾട്ടേജും കൂടെ അറിയാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ 24,700. 12 പശുവുള്ള കർഷകർക്ക് സുഖമായിട്ട് നമുക്ക് ഈ മെഷീൻ എടുക്കാം. എല്ലാം വില പറഞ്ഞുള്ള കച്ചവടമേ ഉള്ളൂ അല്ലേ? അതെ. എല്ലാത്തിനും വിലയും പറയുന്നുണ്ട്. സാധാരണ വിലയൊന്നും ആരും റിവീൽ ചെയ്യാറില്ല. നമുക്കല്ല, നമുക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസിലാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് പറയാൻ പറ്റും. അടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 20 പശു വരെയുള്ള കർഷകർക്ക് സുഖമായിട്ട് ഈ മെഷീൻ എടുക്കാം. ഇതിൽ നോക്കുകയാണെങ്കിൽ 1 HP മോട്ടർ വരുന്നത്. കംപ്രസറിലോട്ട് നോക്കുകയാണെങ്കിൽ 500 LPM കംപ്രസർ വരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഡബിൾ ബക്കറ്റ് വരെ നമുക്ക് അറ്റ് എ ടൈമിൽ യൂസ് ചെയ്യാം. അതായത് ഒരു 50 ലിറ്റർ അറ്റ് എ ടൈം നമുക്ക് എടുക്കാൻ പറ്റും ഈ മെഷീനിലൂടെ. അടുത്ത് വരുന്ന ഒരു 15-20 പശു വരെയുള്ള കർഷകർക്ക് നമുക്ക് ഈ മെഷീൻ നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാം. ഇതെന്ന് പറയുകയാണെങ്കിൽ 1 HP മോട്ടർ വരുന്നത്. കംപ്രസറിലോട്ട് നോക്കുകയാണെങ്കിൽ 500 LPM കംപ്രസർ വരുന്നത്. അറ്റ് എ ടൈം ഡബിൾ ബക്കറ്റ് വരെ നമുക്ക് ഈ മെഷീനിലൂടെ യൂസ് ചെയ്യാൻ പറ്റും. സിംഗിൾ ബക്കറ്റോട് കൂടി 33,630 നമുക്ക് ഈ മെഷീൻ്റെ റേറ്റ് വരുന്നത്. അഡീഷണൽ ആയിട്ട് ഒരു പശുക്കളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഒരു ബക്കറ്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 50 ലിറ്റർ അറ്റ് എ ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഹെവി മെഷീനാണ്. അതായത് ഒരു 60-70 പശുക്കളുള്ളവർക്ക് നമുക്ക് ഈ മെഷീൻ യൂസ് ചെയ്യാം. ഇതിൽ പറയുകയാണെങ്കിൽ മാരത്തോണിൻ്റെയാണ് മോട്ടർ വരുന്നത്. കംപ്രസറിലോട്ട് നോക്കുകയാണെങ്കിൽ 800 LPM കംപ്രസർ വരുന്നത്. അതായത് ഇതിൽ നമുക്കൊരു 3 ബക്കറ്റ് വരെ അറ്റ് എ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റും. പെട്രോൾ എഞ്ചിൻ വേണമെന്നുണ്ടെങ്കിലും പെട്രോൾ എഞ്ചിൻ നമുക്ക് അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആവശ്യക്കാർക്ക് നമ്മൾ അതും ചെയ്ത് കൊടുക്കും. ഹോണ്ടയുടെയാണ് പെട്രോൾ എഞ്ചിൻ വരുന്നത്. ഇതിൻ്റെ റേറ്റ് പെട്രോൾ എഞ്ചിൻ ഇല്ലാതെ മെഷീൻ മാത്രം 43,000 വരുന്നത്. പിന്നെ അടുത്ത് പറയുകയാണെങ്കിൽ ഒരു 100-200-300 പശു ആയാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കറവ മെഷീനാണ് ഇത് വരുന്നത്. ഇതിൻ്റെ പറയുകയാണെങ്കിൽ ഒരു 15 ബക്കറ്റ് അറ്റ് എ ടൈമിൽ 15 ബക്കറ്റ് 10 ബക്കറ്റ് വരെ നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മോട്ടറിലോട്ട് നോക്കുകയാണെങ്കിൽ 3 HP മോട്ടർ വരുന്നത്. ഇത് സിംഗിൾ ഫേസിൽ വർക്ക് ചെയ്യുന്ന മെഷീനാണ്. കംപ്രസർ നോക്കുകയാണെങ്കിൽ 1800 LPM കംപ്രസർ വരുന്നത്. 50 ലിറ്റർ കപ്പാസിറ്റിങ്ങോടെ വോക്കൺ ടാങ്കും എല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഏത് കമ്പനിയുടെ മെഷീൻസ് ആയാലും സർവീസ് ആയാലും സ്പെയർസ് ആയാലും നമ്മുടെ കമ്പനിയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സ്പെയർ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. നമ്മൾ കൊറിയർ ആയിട്ടാലും അല്ല ഡയറക്റ്റ് ആയിട്ടും കമ്പനി വിസിറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ കർഷകർക്ക് ബക്കറ്റ് മാത്രം മതിയെങ്കിൽ അത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് 25 ലിറ്റർ വരുന്ന സ്റ്റൈൻലെസ് സ്റ്റീലിൻ്റെ ബക്കറ്റാണ് വരുന്നത്. ഫുൾ സെറ്റാണ് നമുക്ക് വരുന്നത്. അതായാലും കർഷകർക്ക് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ എത്തിച്ചു തരും. ഇത് പശുക്കൾക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്ന ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് ബൗളാണ് വരുന്നത്. അതായത് പശുവിൻ്റെ മൂക്ക് മുട്ടുന്നതോറും വെള്ളം ഫില്ലായിക്കൊണ്ടിരിക്കും. ആവശ്യത്തിനനുസരിച്ച് അവർ വെള്ളം കുടിച്ചോളും. അതിൻ്റെ തന്നെ നമുക്ക് സ്റ്റീലിൻ്റെ വരുന്നുണ്ട്. ഇത് വാട്ടർ ലെവൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കോൺക്രീറ്റ് ചെയ്ത് വാട്ടർ ലെവൽ സെറ്റ് ചെയ്ത് കൊടുക്കാം.
അടുത്ത് നമുക്കൊരു ചിരത്തൊഴിക്കുന്ന പശുക്കൾ ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്. ആൻറ്റി കിക്ക് ബാർ പറയും. ഈ ഒരു കമ്പനി ചെയ്യുന്ന ഒരു നല്ലൊരു കാര്യം കൂടി എടുത്തു പറയാണ് എന്ന് പറഞ്ഞാൽ, എപ്പോഴും കർഷകരുടെ അവസ്ഥ എന്താ എല്ലാവർക്കും അറിയാം അല്ലെ, പൊതുവേ എപ്പോഴും റെഡി ക്യാഷ് കയ്യിൽ ഉണ്ടാവണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് റെഡി ക്യാഷ് കയ്യിലില്ലെങ്കിൽ കൂടി ഈ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ലോൺ തരുന്നു എന്ന് പറഞ്ഞാൽ ലോണിൽ മെഷീൻ കൊടുക്കുന്നുണ്ട്. ചെറിയ മെഷീൻസ് ഒക്കെ നമ്മൾ EMI ആയിട്ട് ചെറുകിട കർഷകർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് പുറത്തുള്ള ലോൺ അല്ല, കമ്പനി തന്നെയാണ് ലോൺ കൊടുക്കുന്നത്. അതായത് നമുക്ക് സിബിൽ സ്കോറോ അതൊന്നും നമുക്ക് ആവശ്യമില്ല, ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മുടെ കമ്പനിയിൽ തന്നെയാണ് നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കുന്നത്. എങ്ങനെ കാര്യങ്ങൾ അത് പറയാൻ നമ്മുടെ മെഷീൻ ഏത് മെഷീനാണോ എടുക്കുന്നത് അതിന്റെ പകുതി പേയ്മെന്റ് നമുക്ക് ഡൗൺ പേയ്മെന്റ് ആയി ചെയ്താൽ മതി. ബാക്കി 3 തവണ, അത് 3 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മതി. നമുക്ക് ഈ കമ്പനി ലോൺ ആയിട്ട് എടുക്കുന്നവര് കമ്പനി ഡയറക്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാം. വിസിറ്റ് ചെയ്തിട്ട് വരുന്ന സമയത്ത് ഒരു ചെക്ക് ലീഫും ആധാറിന്റെ കോപ്പി മാത്രം മതി. അത്രമാത്രം നമുക്ക് ഡോക്യുമെന്റ്സ് ആവശ്യം വരുന്നത്. ഫിനാൻസ് സൗകര്യം മറ്റു പല കമ്പനികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ കമ്പനി എന്ന് പറഞ്ഞാൽ പുറത്തുള്ള കമ്പനിക്കാർ വഴി എന്ന് പറഞ്ഞാൽ പേരൊന്നും എടുത്ത് പറയുന്നില്ല, അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഏത് ലോണിനായാലും ഇൻട്രസ്റ്റ് ഉണ്ട്. ഇൻട്രസ്റ്റ് ഉണ്ടോ? നമ്മൾ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, മെഷീന്റെ പേയ്മെന്റ് മാത്രം ഇവിടെ അടച്ചാൽ മതി. ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് 1 രൂപ പോലും വാങ്ങുന്നില്ല, മെഷീന്റെ പൈസ മാത്രം. അത് 3 തവണയായിട്ട് ബാക്കി അടച്ചു തീർത്താൽ മതി അല്ലേ. കമ്പനി തന്നെയാണ് ലോൺ തരുന്നത്. അപ്പോൾ ആവശ്യക്കാരനെ തീർച്ചയായിട്ടും വിളിക്കുക. കാരണം ഇതെന്ന് പറഞ്ഞാൽ എന്താ ഇൻട്രസ്റ്റ് ഇല്ലാതെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് അല്ലേ, കർഷകർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യം. അതെ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ എന്താ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു കമ്പനിയെ കുറിച്ച് ഒന്ന് പറയാമോ? നമ്മുടെ ഈ കമ്പനി വരുന്നത് പാലക്കാട് ചന്ദ്രനഗർ കൂട്ടുപാതിയിലാണ്. അതായത് പൊള്ളാച്ചി റൂട്ടിലേക്ക് കയറുന്ന അവിടെ നിന്ന് ഒരു 100 മീറ്റർ നമുക്ക് വന്നാൽ മതി. നമ്മുടെ കമ്പനി അവിടെയാണ് വരുന്നത്. നമ്മുടെ കമ്പനിയുടെ പേര് മെഷീൻ ട്രേഡേഴ്സ്. കമ്പനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഐറ്റംസ് എനിക്ക് റീസണബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റിയിലുള്ളത് വാങ്ങാൻ വേണ്ടി പറ്റും? നമുക്ക് മെയിനായിട്ട് വരുന്നത് കറോ മെഷീനാണ്. കറോ മെഷീൻ എല്ലാതരം, അതായത് 3 പശു മുതൽ 200-300 പശു വരെയുള്ള കർഷകർക്കായാലും നമുക്ക് ഇവിടെ വന്ന് മേടിക്കാം. അതല്ല ട്രാൻസ്പോർട്ടിംഗ് ആണെങ്കിൽ അവിടെ വന്ന് ചെയ്തു തരും. കൊറിയർ ആണെങ്കിൽ കൊറിയർ വഴി നമ്മൾ ചെയ്തു കൊടുക്കും. ഡെലിവറി സൗകര്യം എങ്ങോട്ടല്ല, ഓൾ കേരള ആയാലും നമ്മൾ ചെയ്തു കൊടുക്കും. കൂടാതെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നതായാലും അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഏത് മെഷീൻ ആയാലും അതിനുള്ള സർവീസ് സപ്പോർട്ട് തരുന്നുണ്ട്. സ്പെയറിന്റെ സപ്പോർട്ട്, എല്ലാ സപ്പോർട്ടും തരുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എല്ലാം സെയിൽ ചെയ്യാൻ വേണ്ടി പല ആൾക്കും എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊന്നും സർവീസിന്റെ സപ്പോർട്ടോ സ്പെയറിന്റെ സപ്പോർട്ടോ കൊടുക്കാൻ വേണ്ടി പറ്റണമെന്നില്ല. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് അവർ ഈ ഒരു ഫീൽഡിലുള്ളവരാണ്. നിങ്ങൾ എന്താ ഇതിനു മുമ്പ് തന്നെ ഇവരുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് വീഡിയോസ് ആൾറെഡി അവർ ചെയ്തിട്ടുണ്ട്. വാങ്ങിയ കസ്റ്റമർ അല്ല, ഹാപ്പി കസ്റ്റമേഴ്സ് ആണ് അല്ലേ. അപ്പോൾ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ സർവീസ് സപ്പോർട്ട്, സ്പെയർ സപ്പോർട്ട് അതെല്ലാം എല്ലാം കൃത്യമായിട്ട് അവർ ചെയ്തു തരുന്നുണ്ട്. പിന്നെ ഒന്നുകിൽ നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ എവിടെയായാലും അവിടേക്ക് അയച്ചു തരാനുള്ള സൗകര്യം നിലവിൽ നമുക്കുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കമ്പനിയുടെ വിശേഷങ്ങൾ. ആവശ്യക്കാർ ഞാൻ വീഡിയോയിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും ക്വാളിറ്റിയിൽ റീസണബിൾ പ്രൈസിൽ എടുത്ത് പറയാം. ഈ വീഡിയോയിൽ വില ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം റീസണബിൾ പ്രൈസ് ആണെന്ന് എന്താ കേൾക്കുന്നവർക്ക് മനസ്സിലാവും, അവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വില റിവീൽ ചെയ്ത് എല്ലാ വീഡിയോയും ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ ഞാൻ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വിളിക്കുക.